അജയ് തറയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് തറയിൽ 2019 ഭരണസമിതിക്ക് ചില വീഴ്ചകൾ പറ്റി എന്നത് പരോക്ഷമായെങ്കിലും ചില CPM കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നു എന്ന നിങ്ങളുടെയൊക്കെ ഒരു ആക്ഷേപത്തിന് മറുപടി കൂടിയാണ് ഇപ്പോൾ SIT 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ കൂടി അന്വേഷിക്കാനുള്ള നീക്കം. ഇത് പ്രതീക്ഷ നൽകുന്നതാണോ? അല്ല, ഇത് ഈ സംഭവത്തെ കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇത് വലിയൊരു കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് ശ്രീ പത്മകുമാർ അധ്യക്ഷയിൽ കൂടിയ ദേവസ്വം ബോർഡിന്റെ യോഗത്തിന്റെ തീരുമാനമാണ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഓർഡർ ഇറക്കിയത്. എന്നിട്ട് പറയുകയാണ് അവര് ദേവസ്വം ബോർഡിന്റെ ഓർഡർ തിരുത്തിയെന്ന് പറഞ്ഞാണ് അവര് കുറ്റപ്പെടുത്തുന്നത്. അവര് ദേവസ്വം ബോർഡ് തീരുമാനിച്ചെന്താ, ചെമ്പുപാളി എന്നാണ്. അപ്പോൾ ചെമ്പുപാളി എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് വളരെ ദൂരവ്യാപകമായി ഉണ്ടാകുന്ന ലാഭേച്ഛ അല്ലെങ്കിൽ ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ കഴിയുന്ന സാമ്പത്തിക ഇടപാട്, ക്രമവിരുദ്ധമായി ഉണ്ടാക്കാനുള്ള സ്വർണ്ണ ഇടപാടിനെ കുറിച്ചുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നവർ ഇത് ചെമ്പുപാളിയാണെന്ന് തീരുമാനിച്ചെഴുതിയത്. അതിനുശേഷം ആ സ്വർണം പൂശിയ ചെമ്പുപാളി അഴിച്ചെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പു ആണ് കൊടുത്തത്. ഇതൊന്നും അന്വേഷിച്ചില്ല, ഇതൊന്നും അറിഞ്ഞില്ല ഇവര്. അതിന്റെ ലാഭം പങ്കുവെക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. 2 പീഠം കൊണ്ടുവന്നു. 2 പീഠം എങ്ങനെ വന്നു? 2 പീഠം വരെ വന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 2 പീഠം വരുമ്പോൾ ആ പീഠത്തിന് മുകളിൽ ഒരു ദ്വാരപാലക ബിംബം ഉണ്ടാകും. അതൊക്കെ ഇന്ത്യ മുഴുവൻ കൊണ്ടുവന്നിടന്ന് കോടാനുകോടി രൂപ പിരിച്ച് ദൈവീക ശക്തിയുള്ള ദ്വാരപാലകരെ ലോകം മുഴുവൻ കൊണ്ടുവന്നിടന്ന് പൈസ പിരിച്ചതിന് ശേഷം ഒരു സാധാ ചെമ്പിൽ തീർത്ത ഒരു ദ്വാരപാലക ശില്പം കൊടുത്ത് അതിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇവരാരാ? അതറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇതിനകത്ത് മുകളിലേക്ക് കൂടി പോകണം. അന്നത്തെ ഗവൺമെന്റിലേക്ക് കൂടി പോകണം. ഗവൺമെന്റ് ഒത്താശയുണ്ട്. അതാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രന് ആ ദ്വാരപാലക ശില്പം കൊണ്ടുപോയ വലിയ സമ്പന്നനായ കോടീശ്വരനെ അറിയാമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അന്നത്തെ ഗവൺമെന്റിലേക്ക് പോകണം. അത് മാത്രമാണോ ശ്രീ പ്രശാന്ത് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് എനിക്കറിയില്ല എന്ന്. പ്രശാന്ത് അല്ലേ 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി അത് വീണ്ടും അഴിച്ചു കൊടുത്തത്? അത് കൊണ്ടുവന്ന സ്ഥിതി എന്താ? അത് ക്രമവിരുദ്ധമല്ലേ? അപ്പോൾ 2019 ഉണ്ടായിരുന്ന ഭരണസമിതി, ഇപ്പോഴുള്ള ഭരണസമിതി, ഇപ്പോൾ അവിടെ നടത്തിയ അതിക്രമങ്ങൾ, ഇതെല്ലാം SIT അന്വേഷിക്കണം. അത് പരിധിയിൽ വരുന്നത് വരെയുള്ള വലിയ സമരങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ 9 പേരെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനോ, അല്ലെങ്കിൽ ഈ പത്മകുമാറിന്റെയും ആ ഭരണസമിതിയെ മാത്രം തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനോ അല്ല, ഇതിന് മുകളിലുള്ള ഗവൺമെന്റ് അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ച് കൊണ്ടുവന്ന് മുഴുവൻ പ്രതികളെയും, സ്വർണം എന്ന് പറഞ്ഞാൽ ദൗർബല്യമായ ഒരു സർക്കാരാണ്, ആ സ്വർണം ദൗർബല്യമായ സർക്കാരിലെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും കൊണ്ടുവരുന്നത് വരെയുള്ള, അതിനാണ് ഞങ്ങൾ കേരളത്തിൽ വ്യാപകമായ സമരത്തിന്റെ തുടക്കമാണ്. ഇനിയും ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഇത് കുറച്ചുകൂടി ആശാവഹമായ കാര്യമാണ്. അല്ലാതെ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതല്ല ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ പ്രതികളാണ്. കോൺസ്പിറസി വരുമ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കോൺസ്പിറസിൽ വരുമെന്നതാണ് ഞങ്ങളുടെ ഗവേഷണം. ശരി, എന്തായാലും വളരെ നന്ദി അജയ് തറയിൽ പ്രതികരിച്ച്. എന്തായാലും ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം കടക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ 2 FIR ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനിടയിൽ മറ്റൊരു സുപ്രധാന നീക്കമുണ്ട്. സ്വർണ്ണപ്പാളി മോഷണത്തിൽ ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് 2-ാം ദിവസത്തിലാണ്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പും പരിശോധനയും തുടരുന്നത്. പുതിയതായി സ്വർണ്ണം പൂശി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പരിശോധനയും ഇന്ന് നടക്കും. അത്ര സുപ്രധാനമായ നീക്കമാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ജസ്റ്റിസ് KT ശങ്കറിന്റെ നീക്കം അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. 2 ദിവസങ്ങളിലായി പരിശോധന എന്നാണ് പ്രതീക്ഷിച്ചത്. പരിശോധന ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? സജിത്ത്, ഇന്നലെ തുടർന്ന പരിശോധന ഇപ്പോഴും ശബരിമലയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പങ്കുവെക്കാനുള്ളത്. എന്തായാലും വലിയ വിശദമായ ഒരു പരിശോധന തന്നെ. കാരണം ശബരിമലയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള
വസ്തുക്കൾ, ദേവരിൽ വെച്ചുള്ള സ്വർണം, അതുപോലെ തന്നെ മറ്റ് വസ്തുവകകൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, രജിസ്റ്ററും ഈ മഹസറും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഇന്ന് ദ്വാരപാലക ശില്പം, അതായത് ചെന്നൈയിൽ സ്വർണ്ണം പൂശി തിരികെ കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധന നടക്കും. അതിൽ കുറവുള്ള സ്വർണ്ണം ഉണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അങ്ങനെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ജീവനക്കാരും ചേർന്നാണ് ഈ രേഖകളെല്ലാം ശബരിമലയിൽ പരിശോധിക്കുന്നത്. സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന നടക്കുന്നത്. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയാണ്. അവിടെ ഇതിനുശേഷം ഈ ശബരിമലയിലെ ഇന്നത്തെ ദ്വാരപാലകർ അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ സ്വർണ്ണം പൂശിയ കാര്യം അടക്കം പരിശോധിച്ചതിന് ശേഷം ആറന്മുളയിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെയോ ആറന്മുള സ്ട്രോങ് റൂമും തുറന്ന് പരിശോധിക്കും. അവിടുത്തെ കണക്കെടുപ്പും പൂർത്തിയാക്കും. ആ കണക്കെടുപ്പിലൊക്കെ കൃത്യമായ രേഖകളും കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കുക. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടാകുന്നു. കേസുകൾ 2 FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. പ്രധാനപ്പെട്ട 2019 പത്മകുമാർ അടക്കം പ്രതികളായി വരുന്ന സാഹചര്യം ഈ കേസുകളിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം, ഈ രേഖകളെല്ലാം ഈ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നോക്കുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെയോ മറ്റു കാര്യങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പരിശോധനയിൽ വ്യക്തമാകും. അത്തരം രേഖകൾ ലഭിക്കും, അതിൽ വ്യക്തമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോടതിക്കുള്ള. വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. 2019 സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഒപ്പം പത്മകുമാർ വ്യക്തമാക്കിയിരുന്നത് തങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ദേവസ്വം സെക്രട്ടറിക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡ് അറിയാതെ ഒരു കാര്യവും ശബരിമലയിൽ നടക്കാൻ സാധ്യത അത്തരം ഒരു ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിരീക്ഷണമാണ് കോടതിയും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകളുടെ പരിശോധന പ്രധാനമായും നടക്കുന്നത്. ആ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ് സൈത്തെ. യെസ്, സുപ്രധാനമാണ് ഈ നീക്കം. കാരണം പരിശോധന, സ്ട്രോങ് റൂം തോറുള്ള പരിശോധനയിൽ ഇതുവരെ പുറത്തു വന്ന വാർത്തകൾക്കപ്പുറം, വിവരങ്ങൾക്കപ്പുറം സുപ്രധാനമായ ചില കണ്ടെത്തലുകളിലേക്ക് ജസ്റ്റിസ് KT ശങ്കർ കടക്കുമോ എന്ന കാര്യം കൂടിയാണ്. കാരണം ശബരിമലയിൽ 2019 ഇത്തരമൊരു ഇടപാട് നടന്നു എന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മറ്റു ചില സാഹചര്യങ്ങളാണ് ഇത് പുറത്തു വന്നത് എന്നതുപോലെ ഇപ്പോൾ നടക്കുന്ന സ്ട്രോങ് റൂം പരിശോധനയും എന്തായാലും നിർണായകമാണ്. കോടതിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. നിയമപരമായ അന്വേഷണത്തെ നേരിടുമെന്നാണ് പത്മകുമാർ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. FIR-നെ കുറിച്ച് തനിക്ക് അറിവ് കിട്ടിയിട്ടില്ലെന്നും പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്.